അദ്ധ്യായം 6 ഉപകരണം. അണയാത്ത ദീപമായി, സങ്കീർത്തനത്തിന്റെ പൂമെത്തയായി, കണ്ണുനീരിൽ കോർത്ത ജപമാലയുമായി നമുക്ക് അമ്മയെയും മകനെയും വാരിപ്പുണരാം. ഏത് സഹനവും മാറ്റുവാൻ ഒരു വിദ്യയുണ്ട്. വേദനിപ്പിച്ച ആളെ വിട്ട് യേശുവിനെ നോക്കി 10 പ്രാവശ്യം ഇപ്രകാരം പറയുക: അവരല്ല എന്നെ വേദനിപ്പിച്ചത്, നീയാണ്. നീ സൃഷ്ടിച്ച കളിമൺ ഉപകരണങ്ങളാണ് അവർ. നീ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. 10 പ്രാവശ്യം ഇപ്രകാരം പറയുമ്പോൾ അവരോടുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം മാറും. എല്ലാം സ്വർഗീയ പാതയിലേക്കുള്ള സിഗ്നലാകുന്ന പച്ച വെളിച്ചങ്ങളാണ്. കഷ്ടതകൾ. ഇതെല്ലാം ചിന്തിക്കുവാൻ, മനസ്സിനെ വേരൂന്നിയുറപ്പിക്കുവാൻ വെള്ളവും വളവും ഇട്ടുകൊടുത്ത് പുഷ്ടിപ്പെടുത്തുവിൻ. നമുക്ക് എല്ലാവർക്കും ഇത് പരീക്ഷിച്ചു നോക്കാം. ലൂക്ക 8:14. ദൈവസ്നേഹം മനസ്സിലാക്കാനുള്ള തടസ്സം ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവയാണ്. പരാജയവും പരിഹാസവും തകർച്ചയും നാശനഷ്ടങ്ങളും മരണവും പലരെയും ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുമെന്ന് ദൈവം പഠിപ്പിച്ചു. ഈ സമയത്തെല്ലാം നമ്മുടെ മനസ്സിന്റെ ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും വേണം. പരിശുദ്ധ അമ്മയെയും മകനെയും കൂട്ടിന് വിളിച്ച് നമുക്ക് നമ്മുടെ കഷ്ടതകൾ സഹിക്കാം. വേദനിപ്പിച്ചവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അമരക്കാരനായി യേശു ചെയ്യിക്കുന്ന വേലകളാണ് ഇതെല്ലാം. സഹിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മെ ദൈവീകത്വത്തിലേക്ക് ഉയർത്തുവാനാണ് ഈ സഹനങ്ങൾ നമുക്ക് തന്ന് ദൈവം പരീക്ഷിക്കുന്നത്. ഓരോ സഹനസമയത്തും ഇതോർത്ത് നമ്മൾ നിശ്ശബ്ദമായി ആരെയും പഴിക്കാതെ ശപിക്കാതെ സഹിക്കുവാൻ പരിശ്രമിക്കണം. ഈ സമയത്ത് ഇതൊന്നും നമുക്ക് ഓർമ്മ പോലും വരികയില്ല. നമ്മുടെ മനുഷ്യത്വം പോലും നശിച്ച് നമ്മൾ മൃഗീയത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവികത്വത്തിലേക്ക് ഉയരുവാൻ പരിശ്രമിക്കാം.